സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയെ കുറിച്ച് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരാൾ അയാളെ തന്നെ ഇത്തരം ഒരു തോട്ടിലേക്ക് സ്വയം കൺവിൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുകയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക 100% ആ വ്യക്തി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടോക്ക് തെറാപ്പിയുടെയോ സ്കോപ്പിലല്ല പെടുന്നത്. ഈ സമയത്ത് അയാളെ കൗൺസിലിംഗിലേക്കോ എനി കൈൻഡ് ഓഫ് ടോക്ക് തെറാപ്പിയിലേക്കോ പുഷ് ചെയ്യുകയോ ഫോഴ്സ് ചെയ്യുകയോ ചെയ്യുന്നത് ഒരു തരത്തിലും യൂസ്ഫുൾ അല്ല, ഒരു പക്ഷേ ഡേഞ്ചറസ് ആവാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് ആ വ്യക്തിക്ക് അത്യാവശ്യമായി വേണ്ടത് മെഡിക്കൽ കെയർ ആണ്. സോ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിന്റെ കൺസൾട്ടേഷനിലേക്ക് എത്തിക്കുക. വൺസ് നമ്മൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു റിലേറ്റീവ്ലി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഈ പേഴ്സൺ എത്തുവാണ് എന്നുണ്ടെങ്കിൽ വിത്ത് ദ റെഫറൻസ് ഓഫ് ദ സൈക്കാട്രിസ്റ്റ് നമുക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓർക്കുക, കൗൺസിലിംഗും സൈക്കാട്രിയും രണ്ട് ഡിഫറെന്റ് സ്കോപ്പാണ്. ഒരിക്കലും മരുന്നിനെ കൗൺസിലിംഗ് വെച്ച് നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാൻ പറ്റില്ല. സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയെ കുറിച്ച് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരാൾ അയാളെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ പി ദിവ്യയും ഈ മറ്റേ ADM-ഉം തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സൂയിസൈഡ് ടെൻഡൻസിയോ സൂയിസൈഡ് തോട്ട്സോ ഒക്കെ ഉള്ള ആൾക്കാരെ സ്പീച്ച് തെറാപ്പി, ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സ്കോപ്പിൽ പെടുന്ന ആൾക്കാരല്ല. അവർ സൈക്കാട്രിക് സ്കോപ്പിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ ഒരാൾ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? ആ സൂയിസൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു സൈക്കാട്രിക് കണ്ടീഷൻ അല്ലേ, നോർമൽ അല്ലല്ലോ. എന്നിട്ടും ദിവ്യയെ നമ്മൾ പ്രേരണ എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ പ്രേരണയ്ക്ക് എന്താ പറയണ്ടേ, അവരെ അറസ്റ്റ് ചെയ്യുന്നു, കേസ് ഇങ്ങനെയൊക്കെ വരുന്നു. സത്യത്തിൽ ഒരു സൈക്കാട്രിക് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴാണോ എന്നാണോ തുടങ്ങിയതൊന്നും ആർക്കും അറിയത്തില്ല. പെട്ടെന്നൊരു ദിവസം സൈക്കാട്രിക് ആവാൻ സാധ്യത കുറവാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ആയെങ്കിൽ തന്നെ ഈ പറഞ്ഞ ആൾ സീക്ക് ചെയ്യേണ്ട ചില ഹെൽപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് ഗവൺമെൻറ് തന്നെ ഒരു എന്താ പറയുക ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ട്. ഏതാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നിയില്ല. ഇപ്പോൾ മദ്യപിക്കാൻ ടെൻഡൻസി ഉണ്ടായാലും വിളിച്ചാൽ അവർ കൗൺസിൽ ചെയ്യും. ഇവർ കൗൺസിലിങ്ങിനല്ല വരണ്ടേ. അപ്പോൾ ഇങ്ങനെ ടെൻഡൻസി ഉണ്ടായാൽ ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ളവരോ സിഗരറ്റ് വലിക്കണം എന്ന് തോന്നിയാലും വിളിക്കാൻ നമ്പറൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാത്തൊരു മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാണ് കേട്ടോ. ഇവിടെ സ്കൂൾ കുട്ടികളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും പദവികളിലിരുന്ന് ഉത്തരവാദിത്തപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ട് ഇത്രയും വലിയ പൊസിഷനിലെത്തിയ ഒരു മനുഷ്യന് ഇങ്ങനൊരു സമയത്ത് ഇതൊരു സൈക്കാട്രിക് കണ്ടീഷനാണെന്ന് കണ്ടീഷൻ മനസ്സിലാക്കാനും പാടാ. എങ്കിൽ പോലും അയാൾ ആത്മഹത്യയിലേക്ക് പോകുന്നു, അയാൾ മരിക്കുന്നു. അത് കഴിയുമ്പോൾ ഉടനെ ഈ കണ്ടീഷൻസിനെ പറ്റിയോ ഇല്ല ഇങ്ങനെ ഒരു ഡിസ്കഷനോ നടത്താതെ കേരള മാധ്യമങ്ങൾ അമേധ്യമ പ്രവർത്തനവും മാധ്യമ അധർമ്മവും നടത്തുമ്പോൾ പിന്നെ രാഷ്ട്രീയക്കാർ ഇത് വളരെയധികം രാഷ്ട്രീയവൽക്കരിച്ച് സംസാരിച്ച് ഇനി ഇങ്ങോട്ട് മുന്നോട്ട് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവേണ്ട ഒരു ടോപ്പിക്കിനെ രാഷ്ട്രീയം കളിച്ച് നാശം പിടിച്ചവന്മാരാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ടൊന്നും ഇനി മുന്നോട്ടെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായാലും ഒരു പ്രയോജനം ഒരാൾക്കും ഉണ്ടാകത്തില്ല. കാരണം ഈ ട്രിഗർ ചെയ്യുക എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുന്നവർ പ്രത്യേകിച്ച് ഉത്തരവാദികളല്ല. ട്രിഗറിങ് എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. എല്ലാവരും പറയും ഇയാൾ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് പറയും. സ്റ്റേജിലല്ല, ചിലപ്പോൾ വീട്ടിൽ ചെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരോടും പറയാതെ ഇയാളോട് മാത്രം വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും ചിലപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെയാണ് ട്രിഗർ ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ട്രിഗർ ആയവരുണ്ട്. ആരും അറിയാതൊക്കെയാണ് പലതും നടന്നേക്കുന്നത്. ഇങ്ങനെ പൊത്തു വെച്ച് അവമാനിച്ചുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ല. അങ്ങനെയല്ല. ഒരാൾ മരണം കൊണ്ടൊന്നും ആരും അത്ര നല്ലവനാകത്തൊന്നുമില്ല. അങ്ങനെ അല്ല അത് ചെയ്യേണ്ടത്. അതിനകത്ത് തീർത്തും എന്താ പറയുക, ഇതിനകത്ത് എന്താ പറയുക, ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പുള്ളിയാ തെറ്റ് ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അതുകൂടാതെ മരിച്ചും പോയി. സത്യത്തിൽ അയാളാണ് ഇവിടെ പ്രേരണ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതേപോലെ ടെൻഡൻസി ഉള്ളവർക്ക് നല്ല പ്രേരണയാണ് ഇങ്ങനെയുള്ളവരുടെ മരണം. ചെറിയ ആളൊന്നും അല്ലല്ലോ മരിച്ചേക്കുന്നത്. എനിക്കും ആവാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ചിലതൊക്കെ ഭയങ്കര വെയിവ് അടിക്കും. ഇവിടുത്തെ തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു 5-6 പേരും പുറകെ അടിച്ചു പോകുന്നൊരു സംഭവമാണ്. ഒരു പ്രതിഭാസമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടില്ല. അതെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. ഇതിനെപ്പറ്റി ഒരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒക്കെ സംസാരിക്കേണ്ട വിഷയത്തെ സൂയിസൈഡ് എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പുറത്ത് വയ്ക്കുന്ന ആരാണ്? ഭാര്യ, ഭർത്താവ്, ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായിമ്മ പോരുത്, സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അതെല്ലാം ഒന്നും ഇങ്ങനെയല്ല. ചിലത് പ്രേരണയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിരന്തരം ഈ വീട്ടുകാരിനെ ജീവിക്കാൻ അനുവദിക്കാതെ ആരെങ്കിലും, ആ വീട്ടുകാർ തന്നെ വേണമെന്നില്ല, പോലീസുകാർ പേടിപ്പിച്ചാലും ചിലർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കടം കയറി ബാങ്കിൽ ജപ്തി വരുമെന്ന് പേടിച്ച് വീട്ടുകാർ ഒന്നിച്ച് വിഷം കഴിച്ച് മരിക്കുന്നുണ്ട്. അത് സിറ്റുവേഷൻ വേറെയാണ്. അതാണ് പ്രേരണ. ഇതെന്ന് പറയുന്നത് ഒരു ദിവസം ഒരു രാവിലെ ഇങ്ങോട്ട് ഒരാൾ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും പറയുന്നത് പ്രേരിപ്പിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേത് എന്താണ്? അതിന് എത്ര പേര് അറസ്റ്റ് ചെയ്യണം, എത്ര പേര് എന്തെല്ലാം കേസ് എടുക്കേണ്ട സംഭവം അതൊക്കെ ആരാ പ്രേരിപ്പിക്കുന്നത്? ബാങ്കോ അല്ലെങ്കിൽ ചുറ്റുപാടോ? വീടുകളിൽ കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായില്ല, SSLC പരീക്ഷയ്ക്ക് പാസ്സായില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തിട്ടില്ല. അപ്പോൾ SSLC പരീക്ഷയെ ശിക്ഷിക്കുമോ? അല്ലെങ്കിൽ റിസൾട്ടിനെ ശിക്ഷിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇത് ട്രിഗർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ടെൻഡൻസി ഉള്ള ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. അവരെ ആരും എല്ലാം ഇങ്ങനെ ഹേർട്ട് ചെയ്യരുത് എന്നുള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള മുന്നേ തന്നെ ഇത് അറിഞ്ഞിരിക്കണം. എന്നെങ്കിൽ ദിവ്യ അറിയുന്നില്ല.
അവർക്ക് യാതൊരു പരിചയമില്ല, അവർക്ക് ഇത് ആ ജീവിതത്തിൽ ആദ്യമായിട്ട് അവരയാൾ മരിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതുമല്ല. എന്നിട്ട് പോലും ആ സ്ത്രീയെ ഇത്രത്തോളം പീഡിപ്പിച്ച് അവരെയാണ് ഇപ്പോൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഒന്നടങ്കം സമൂഹവും പോലീസും ഇവിടുത്തെ എല്ലാ വ്യവസ്ഥകളും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പി ദിവ്യയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്. ആത്മഹത്യ പ്രേരണ ഇപ്പൊ അവർക്കാണ്. കാരണം അവരെ ഇത്രത്തോളം കുറ്റം പറഞ്ഞ് ഈ വിഷയം ഇതാണ്, മനസ്സിലായില്ല. ഇനി അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്താൽ ഇത് സൈക്കാട്രിക് കണ്ടീഷൻ ആവത്തില്ല, അവരെ സൈക്കാട്രിക് ആക്കുകയാണ് ഇപ്പോൾ, മനസ്സിലായില്ല. അവരെ ചുറ്റും നിൽക്കുന്നവരെല്ലാം കൂടെ അങ്ങ് നെഗറ്റീവ് പറഞ്ഞ് കയറ്റി വന്നാൽ അവർക്കും വേണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോവാം. പക്ഷെ ഇതങ്ങനല്ല. എന്നിട്ടും അവരത് പോയിട്ടില്ല. അവർക്കും ഇപ്പോൾ സാധ്യതയില്ല. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാൾ അനുഭവിച്ച മാനസിക വേദനയാണ് ആ സമയത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഒന്നാലോചിക്കുകയെ, ഒരു സ്ത്രീയാണ്, എന്നൊരു സ്ത്രീ എന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്ക് നോക്കിയാൽ അവർ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം, ഇവിടെ എത്ര പേര് ആത്മഹത്യ ചെയ്യണം? അപ്പോൾ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പുറകെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു തരത്തിലൊരു മീഡിയ പോലും ഡിസ്കസ് ചെയ്യും. ഈ അമാധ്യമങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യത്തില്ല. അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ കുത്തിത്തിരിപ്പും തമ്മിൽ തല്ലും ഈ രീതിക്ക് പറഞ്ഞാൽ ആരും കേൾക്കാൻ പോലും കാണത്തില്ല ഈ നാട്ടിൽ. ഈ ആത്മഹത്യ പ്രേരണ ഉള്ളവൻ പോലും കേൾക്കത്തില്ല. അപ്പോൾ പ്രേരണയെന്ന് പോട്ടെ, സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആൾക്കാർ പോലും അതിന് കേൾക്കത്തില്ല. അതാണ് ഈ നശിച്ച നാടിൽ ജനിച്ചു വളരുന്ന ആൾക്കാരുടെ കുഴപ്പം. അവർക്ക് അറിവ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവർക്ക് തമ്മിൽ തല്ലാനും കുശലം പറയാനും മറ്റേ കുശുമ്പും കുന്നായ്മയും പറഞ്ഞിരിക്കാനും വേറൊരാൾ കുറ്റം കേൾക്കാനും കുറവുകൾ നോക്കിയിരിക്കാനും എല്ലാവരെയും പെടുത്താനും പാര പണിയാനും പണി കൊടുക്കാനും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുള്ള നാട്ടിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്താലേ മീഡിയയ്ക്കും വലിയ ഗുണമൊക്കെ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും മീഡിയ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാകുന്നു, ഒരെണ്ണമെങ്കിലും ഇത് നടത്താൻ. പക്ഷെ അപ്പോഴും അങ്ങനെ നടത്തിപ്പോയാൽ ഈ രാഷ്ട്രീയ ഉദ്ദേശം നടക്കത്തില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള കച്ചറ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും കുറ്റം പറച്ചിലും തമ്മിത്തല്ലും ഒന്നും നടക്കാതെ പോകും. അതൊരു പാർട്ടിക്കാരി ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇതിനകത്ത് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. എവിടെ കിട്ടിയാലും ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. ഇതാണ് ഇവരുടെ ഡിസ്കഷൻ്റെ ഒരു രീതി. നമ്മുടെ നാട്ടിലെ മീഡിയകളാകട്ടെ എല്ലാവരുമായിട്ട് അവരൊരു സൈക്യാട്രിസ്റ്റിനെ പോലും ഇന്നേ വരെ കൊണ്ടൊന്നും സംസാരിപ്പിച്ചിട്ടില്ല. ഈ വിഷയം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു. അവിടുത്തെ അന്വേഷണം എങ്ങോട്ടാണ് പോകേണ്ടത്? ആത്മഹത്യ എന്ന് പറയുന്നത് സ്വയം ചെയ്യുന്നതാണ്. കൊലപാതകമാണ് പോലീസ് അന്വേഷിച്ച് കൊലപാതകം ചെയ്ത ആളെ തെളിവുകളൊക്കെ എടുത്തിട്ട് കണ്ടെത്തുന്നു. സ്വയം ആത്മഹത്യ ചെയ്ത ആളെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, അയാളുടെ പ്രശ്നം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, അയാളുടെ മരണ കാരണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും അവസാനം കണ്ട ആളാണ് എന്ന് പറയുന്നിടത്ത് ഉള്ള മണ്ടത്തരത്തെ പറ്റി അത് ചിന്തിക്കാൻ ശേഷിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെ അന്വേഷണം നടത്തേണ്ടത് സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ വളരെ വിശദമായ പഠനത്തിന് ശേഷമുള്ള എന്തെങ്കിലും ഒരു റിപ്പോർട്ടുമായി വന്ന് ഏതെങ്കിലും ചാനലിലിരുന്ന് ഒരാൾ സംസാരിക്കുകയായിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി പൊതുവായൊരു ധാരണയെങ്കിലും കിട്ടിയേനെ. ചിലപ്പോൾ എന്താണ് ഇതുപോലെ ടെൻഡൻസി ഉള്ളവർക്ക് രക്ഷപ്പെടാൻ ഏതൊക്കെ നമ്പർ വിളിക്കണമെന്നെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക കേട്ടോ, ഈ നമ്പർ ഏതാണ്, എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് വെച്ചേക്ക്. ചുമ്മാ വെറുതെ അതൊക്കെ ഉണ്ട്. അതിന് വലിയ ഈ വന്ന കാലത്ത് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഇത് വന്നിട്ടുണ്ട്, അതിനകത്തോട്ട് കയറി ഇരുന്നിട്ട് അങ്ങ് ചോദിച്ചാൽ മതി, ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചാൽ മതി ഇത് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തരും, നമ്പർ അടക്കം എടുത്ത് തരും. മറ്റേ വാട്സപ്പിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, എന്താ പറയുക, മെറ്റയോ ആ സാധനത്തിൽ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ചെയ്യാതെ പോട്ടെ. ഇയാൾക്ക് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന സ്ഥലത്തോട്ടൊന്നും ഇയാൾ വിളിച്ചിട്ടില്ല. ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരെ പുള്ളി ആ സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നെങ്കിൽ? അപ്പോൾ അത് മൊത്തത്തിൽ ഇതിന് മുമ്പേ ഒരു പ്രശ്നം കാണിച്ചിട്ടുള്ള ആളാകാൻ സാധ്യതയില്ല. പിന്നെ ഇയാൾ കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന രീതിയിലൊരു വ്യത്യാസമുണ്ട്. രണ്ട് രീതിയിലാവാം. മനഃപൂർവ്വം ഒരാളെ പെടുത്തി വെച്ചിട്ട് കൈക്കൂലി മേടിച്ചാലേ ഇത് മുന്നോട്ട് നീങ്ങൂ എന്ന് പറയുന്ന രീതിയിലും കൈക്കൂലി മേടിക്കാൻ പറ്റും. അതൊരാളെ വേദനിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് അയാൾക്ക് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇതില്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്ന രീതിയിൽ ആക്കി തീർത്ത് കൈക്കൂലി മേടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ള ഒരാളുണ്ട്. അല്ലാതെ ചിലപ്പോൾ ഒരു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ചെറിയ തോതിൽ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടോ ഒക്കെ വരുന്ന ചില ആൾക്കാരുണ്ട്, മനസ്സിലായോ? അങ്ങനത്തെ ചില കൈക്കൂലികളുണ്ട്. അതൊരു എന്തോ ആവാം. അതിനകത്ത് ചിലപ്പോൾ അയാളായിരിക്കത്തില്ല അതിൻ്റെ എന്താ പറയണ്ടേ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വന്ന് എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണല്ലോ ഇത് വരുന്നത്, ഗിഫ്റ്റായിട്ടൊക്കെ. നമ്മളൊന്ന് കണ്ണടച്ചാൽ, നീ നുറക്കെ കരഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നടക്കാം. അപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ ഇയാളൊരു മോശക്കാരനായിരിക്കത്തില്ലായിരിക്കാം. പിന്നെ ആ സാധനം താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയല്ല അതിൻ്റെ രീതി. ഇങ്ങനെ മരിച്ചു പോയാൽ എസ്കേപ്പിസം എന്ന് പറയുന്ന രീതിയിൽ ഇയാൾ ഇങ്ങനത്തെ ഒരു ചോയ്സാണ് അയാളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, മനസ്സിലായില്ല? അതിനെ ചുറ്റും നിൽക്കുന്നവരൊന്നും കുറ്റം പറയാൻ പാടില്ല. ഇത് സ്വന്തം ഉത്തരവാദിത്തം ചെയ്യേണ്ട കാര്യമാണ് ആത്മഹത്യ, അല്ലാതെ ആരും സഹായിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണം. പിന്നെ ഒരു ആത്മഹത്യ സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഞാനാണോ കാരണം ഇതിന്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ മാത്രമല്ല, ഇത് പുറകിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ആവാം, അതിനകത്ത് പേരൻസിൻ്റെ പ്രശ്നമാവാം. പിന്നെ ഫാമിലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഭാര്യ, മക്കൾ, കുടുംബക്കാർ, അയൽവക്കക്കാർ, ആരും ആവാം, അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നവർക്ക് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ആൾക്കാർക്ക് ഇപ്പോൾ സെക്ഷൽ അബ്യൂസ് സംഭവിച്ചിട്ടുണ്ട് കുട്ടികൾ, അങ്ങനെയുള്ളവർക്ക് ഈ ടെൻഡൻസി ഉണ്ട്. അതൊരു വലിയ തെറ്റാണ്, കുറ്റമാണ്, പ്രശ്നമാണെന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അത് നല്ല ട്രീറ്റ്മെൻറ്റ്, കൗൺസിലിംഗ്, തെറാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് ചിലർ ഒളിച്ചു വെക്കും, ചിലർ പുറത്ത് പറയാതെ കൊണ്ട് നടക്കും. ഇത് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തൊന്നുമില്ല. ഇവിടെയൊക്കെ ഫാമിലി ഉള്ളവർക്ക് ഇതിനെപ്പറ്റി ധാരണയൊന്നും ഉണ്ടാവണമെന്നില്ല.
പിന്നെ ചില കേസുകളിൽ ചിലർ പറയും അവരുടെ പ്രൊഫഷനെ ബാധിക്കും, അതുകൊണ്ട് ഇത് ആരും അറിയരുത്, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അല്ല ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ ജോലി നഷ്ടപ്പെടാൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇവരെ എന്താ പറയുക പെടുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് സൈക്കാട്രിക് കണ്ടീഷൻസ് പോലെ ഇരിക്കും ഓരോരുത്തരുടെ. പല രോഗത്തിനും പല രീതിയാണ്. ജോലി ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ ഉണ്ട്, ചിലരൊന്നും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യത്തിലല്ലേ ഇങ്ങനെ എന്തെങ്കിലും ചെറുതല്ല വലിയ കാര്യമായിട്ട് വെച്ചേക്കാം, എങ്കിൽ പോലും ഇങ്ങനെ ട്രിഗർ ആവുന്ന ഒരാളാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യനോട് ചിലപ്പോൾ അങ്ങനെ സംസാരിക്കത്തില്ല. പക്ഷെ അപ്പോൾ അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെസ്ട്രിക്ഷനും ഇതിൻ്റെ ഒരു രീതികളൊക്കെ. അപ്പോൾ അത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളവരാരും തന്നെ പലരും നമ്മുടെ നാട് ഈ സൈക്കാട്രിക് പേഷ്യൻസിനോട് ഇടപെടുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് പലർക്കും ഒരു പ്രശ്നം. ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോയാൽ പോലും പ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്താണ് പ്രാന്തെന്ന് പറഞ്ഞ സംഭവമൊന്നും അല്ല, അങ്ങനെ അല്ല. ഇപ്പോൾ അതിന് പ്രാന്തെന്ന് പറഞ്ഞൊരു സാധനം അല്ല. ഇപ്പോൾ പല കണ്ടീഷൻസാണിത്. അത് ഓരോരുത്തർക്കും ഓരോ കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പം നീ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ പല ആത്മാക്കൾക്കും ഒരു പ്രശ്നമുണ്ട്, മനസ്സിലായില്ലേ? മരിച്ചു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും എല്ലാം പ്രശ്നമുണ്ട്. ഇത് വലിയ പ്രശ്നമല്ല, എല്ലാവർക്കും ഉണ്ടെന്ന് വേണം വെച്ചു. ചിലർക്ക് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതിനെ വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാതെയും ഒന്നും നടക്കേണ്ട ഒരു ആവശ്യമില്ല. സമാധാനവും സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കാണിക്കാൻ ജീവിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒന്നും ഉദ്ദേശം.